എവിടുത്തെ പ്രതിനിധിയാണെന്ന് എനിക്കറിയില്ല. സഖാവ് ജവാദ് ഇവിടെ മോല് കണ്ടു. ശ്രീ ജവാദ് മുസ്തഫ സുന്നി ആക്ടിവിസ്റ്റ്. അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടു. ഇപ്പൊ വിവാദമായത് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അടിസ്ഥാനപരമായിട്ട് ഈ യാത്ര നടത്തുന്ന പ്രസ്ഥാനം എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് കൂടി നോക്കേണ്ടതുണ്ട്. ആയിക്കോട്ടെ. ഈ വിവാദങ്ങൾ നടന്ന സമയത്ത്, ആരംഭിച്ച സമയത്ത് തന്നെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. എന്താ ജോസേ? അത് ഞങ്ങൾ വെള്ളാപ്പള്ളിയെ ഒരു വർഗീയവാദിയായി കാണുന്നില്ല, അദ്ദേഹത്തിന്റെ പ്രായാധിക്യത്തിൽ സംഭവിച്ച അബദ്ധമായിരിക്കാം എന്നായിരുന്നു. അയ്യന്റെ മോനെ, എന്ത് വിശാലമായ ചിന്താഗതി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറച്ച് ദിവസം മുമ്പ് നടത്തിയ ഒരു പത്രപ്രസ്താവന, വെള്ളാപ്പള്ളി എന്നും പത്രസമ്മേളനം നടത്തി വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, അതാണ് UDF ആഗ്രഹിക്കുന്നത് എന്നാണ്. ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസ്താവനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി മുതൽ മുസ്ലിം ലീഗ്, കോൺഗ്രസ് വരെയുള്ള ആളുകൾ, മറുഭാഗത്ത് വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസ്താവനക്കും അതിനെതിരായിട്ടുള്ള CPM-ന്റെ തുറന്നടിക്കും കാത്തു നിൽക്കുന്ന BJP പോലെയുള്ള കക്ഷികൾ. എന്നിട്ട് ഇങ്ങനെ രണ്ടു വിഭാഗം വർഗീയമായ മുതലെടുപ്പിന് രണ്ടു ഭാഗത്ത് അണിനിരക്കുമ്പോൾ CPM അതിനെ കൈകാര്യം ചെയ്യേണ്ടത് അത്യധികം സൂക്ഷ്മമായ ഒരു രാഷ്ട്രീയ സമീപനത്തിലൂടെയാണ് എന്ന ബോധ്യം ഞങ്ങൾക്കുമുണ്ട്. സ്വന്തം കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. CPM ഇവിടെ അനുഭവിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട്, സങ്കീർണമായ ഒരു സാമൂഹിക സാഹചര്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈഴവ സമുദായം അണിനിരക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അതിനെ ഭിന്നിപ്പിക്കാൻ, അതിൽ നിന്ന് അടർത്തി മാറ്റാൻ വേണ്ടി ഒരു ഭാഗത്ത് BJP നിലയുറപ്പിക്കുന്നു. ന്യൂനപക്ഷ സമൂഹത്തിന്റെ പിന്തുണ അടർത്തി മാറ്റാൻ ഭീകരമായ വർഗീയ ക്യാമ്പയിൻ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ UDF-ന്റെ ആശീർവാദത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഈ സാമൂഹിക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അത്യധികം സൂക്ഷ്മമായി വേണം CPM അതിനെ കൈകാര്യം ചെയ്യാൻ. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ നൗഷാദ് അലി അങ്ങ് അത് കേട്ടു എന്ന് വിചാരിക്കുന്നു. പക്ഷേ ശ്രീ ജെക്സി തോമസിന്റെ കൂടമാണ്. അവസരവാദപരമായ നിലപാടാണ് മുഖ്യമന്ത്രി മതസൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത് എന്ന ബോധ്യത്തിലാണ് വേദിയിൽ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു വിമർശനം ഉണ്ടായത്. പ്രതിപക്ഷ നേതാവിന്റെ ആ പ്രതികരണത്തോടുള്ള CPM-ന്റെ മറുപടി എന്താണ്? ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മതനിരപേക്ഷവാദികളുടെ ഒരു മഹാസംഗമത്തിൽ അദ്ദേഹം വീണ്ടും പറയുകയാണ്, അവർ തന്നെ സംസാരിച്ച് അവസാനിപ്പിച്ച, അവർക്ക് പോലും തൊടാൻ താല്പര്യമില്ലാത്ത, അവർ തന്നെ എന്നേക്കുമായി ആ ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഞാനല്ല, ആ സംഘടനയുടെ കൂടെ സമുന്നത നേതൃത്വത്തിന്റെ പ്രതീകമായ C മുഹമ്മദ് ഫൈസി അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം പറഞ്ഞു, ആ വിഷയം ഞങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നതിൽ മാത്രമല്ല, ഈ കാറിൽ കയറ്റിയ വിഷയം ഇനി ചർച്ചയ്ക്കെടുക്കേണ്ടതില്ല, അത് അങ്ങേയറ്റം സാങ്കേതികമായ ഒരു പ്രശ്നം മാത്രമാണ് എന്ന് ആ സംഘടനയുടെ നേതൃപദവി അലങ്കരിക്കുന്ന ഒരാൾ പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയത്തിലാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും കുറുക്കൻ കണ്ണുകളുമായി എന്ന് ഏതു സാധാരണക്കാരനും യുക്തിസഹമായി ചിന്തിക്കുന്ന ഏത് മലയാളിക്കും ബോധ്യം വരും വീതം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആ സംഘടനയുടെ യോഗത്തിൽ പോയിട്ട് വീണ്ടും ഈ വിഷയം ഉണർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇന്ത്യൻ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ഗോൾവൽക്കറുടെ ജന്മവാർഷികം ആഘോഷിക്കാൻ RSS ക്ഷണിച്ചു വന്നുകൊണ്ടിരുത്തി ആ വാർഷികാഘോഷ ചടങ്ങിൽ ഏത് RSS-കാരനെയും നാണിപ്പിക്കും വിധം വിനീത വിധേയനായി മുട്ടുമടക്കി തൊഴുകൈകളോടുകൂടെ നിന്ന അത്രയും വേണം കുറച്ച് കടുപ്പത്തിരിക്കട്ടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണോ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാൻ വരുന്നത്? ഇനി അതിൽ പിടിച്ചാടോ ഈ കൃഷ്ണമൂർത്തി കളിക്കാൻ പോകുന്നത്? അദ്ദേഹത്തിന് എന്തർഹത? ആദരണീയനായ അബൂബക്കർ മുസ്ലിയാരോടൊപ്പം വേദി പങ്കിടാൻ, ആ വേദിയിൽ വന്നിരുന്നിട്ട് വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാൻ എന്ത് യോഗ്യത? നിന്നെ കൊണ്ട് എടുക്കാൻ പോകാത്ത കാര്യം ഇവിടെ പറയണ്ട. കാരണം എന്താണ്? തരം കിട്ടിയപ്പോഴൊക്കെ വർഗീയതയുടെ മുമ്പിൽ മുട്ടിലെഴുന്നിട്ടേയുള്ളൂ, ശിരസ് കുനിച്ചിട്ടേയുള്ളൂ. ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിലെ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? അതൊരു ഒറ്റയാളേ ഉള്ളൂ. അതാണ് നിർഭാഗ്യവശാൽ ഈ പ്രതിപക്ഷ നേതാവ് കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. തരം കിട്ടുമ്പോഴൊക്കെ RSS-ന്റെ വർഗീയതയുടെ മുമ്പിൽ മുട്ടിലിടുന്ന ചരിത്രമുള്ള ആ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ വന്നിട്ട് പറയുകയാണ് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് തെറ്റാണ്, അതാണ് വർഗീയതയെ പ്രീണിപ്പിക്കുന്നത്, അതാണ് വർഗീയതയുടെ മുട്ടിലിടുന്നത്. ചരിത്രബോധം മതസൗഹാർദ്ദത്തെ കുറിച്ച് പറയാൻ
ഇപ്പോ കാന്തപുരം മുസ്ലിയാരുടെ ചടങ്ങിൽ അദ്ദേഹത്തെ അടുത്തിരുത്തി ആ വേദിയിൽ വെച്ച് മതനിരപേക്ഷതയെ കുറിച്ച് പറയാനൊരു അന്തസ് വേണം എന്നാണ് ശ്രീ ജേക്സി തോമസ് പറഞ്ഞത്. പിന്നെ തുടങ്ങിയേക്കാം. എനിക്ക് വളരെ രസകരമായിട്ടാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്. ഒന്നാമതായിട്ട് ഞാൻ ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് തുടങ്ങാം. അയ്യോ അത് വേണ്ട. 1977 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും തോൽപ്പിക്കാനാണ് അവർ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത്. അന്ന് അവർ വോട്ട് ചെയ്തത് അന്നത്തെ സോഷ്യലിസ്റ്റ് പാർട്ടികളും ജനസംഘവും ലയിച്ച് ചേർന്ന ജനതാ പാർട്ടിക്കായിരുന്നു. CPM ആയിരുന്നു അതിന്റെ പ്രധാന കേരളത്തിലെ ഘടകകക്ഷി. മാറ്റി പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ അറിയുള്ളൂ. അന്ന് ഈ ജനസംഘത്തിന്റെ വോട്ട് വാങ്ങി നിയമസഭയിലേക്ക് ജയിച്ചു വന്ന ജനസംഘം പിന്തുണച്ച MLA ആയ പിണറായി വിജയന് മതനിരപേക്ഷതയോ മതേതരത്വമൊക്കെ പറയാൻ എന്തെങ്കിലും ഒരു അർഹതയുണ്ടെങ്കിൽ സംഘപരിവാറുകാരന് പോലും അതിന് അർഹതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മറ്റൊരു കാര്യം, ഇവിടെ VD സതീശൻ ഗോൾവൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ ഇങ്ങനെ വിളക്ക് കത്തിച്ചു എന്ന് ഇവരിങ്ങനെ 1001 ക്ഷീരബല ആവർത്തിക്കും പോലെ നിരന്തരം ആവർത്തിച്ചു പോരുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. സ്നേഹിത P. പരമേശ്വരന്റെ ഭാരതീയ വിചാര കേന്ദ്രം ഒരു പുസ്തകം പ്രകാശനം ചെയ്തത്, സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്തത്, അതിൽ MP വീരേന്ദ്രകുമാറും VS അച്യുതാനന്ദനൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് തൻ്റെ ജില്ലയിലെ VD സതീശൻ പങ്കെടുത്തത്. ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു നിലവിളക്ക് ഉണ്ടാകുമ്പോൾ ആളുകൾ നിലവിളക്ക് കൊളുത്തും. അതിന്റെ പശ്ചാത്തലം ഒന്നും മാതൃകയാക്കിയിട്ട് നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാൽ VD സതീശന് ഒരു രോമകൂപത്തിന് പോലും ഒരു പോറലും ഏൽക്കുകയില്ല. അതുകൊണ്ട് അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ജവാദ് എന്ന് പറഞ്ഞ സ്നേഹിതൻ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് കേരള മുസ്ലിം ജമാഅത്തിന്റെ അഭിപ്രായമാണെന്നോ അല്ലെങ്കിൽ കാന്തപുരം വിഭാഗത്തിന്റെ അഭിപ്രായമാണെന്നോ എനിക്ക് യാതൊരു അഭിപ്രായമില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? കാരണം ഇവിടെ VD സതീശൻ അനൗചിത്യപൂർവ്വം ആ യോഗത്തിൽ പ്രസംഗിച്ചു എന്ന് അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. അത് കേരള മുസ്ലിം ജമാഅത്തിന്റെ അഭിപ്രായമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്തുതി പാടാൻ അത് താങ്കൾക്ക് അവകാശമുണ്ട്. അതൊക്കെ വ്യക്തിഗതമായി നിർവഹിച്ചു കൊള്ളുക. അതിന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും ഹക്കീം അസരിയെയും വണ്ടൂർ ഫൈസിയെയും അതുപോലെ തന്നെ ഖലീൽ ബുഖാരി തങ്ങളെയൊന്നും നിങ്ങൾ വലിച്ചഴക്കരുത്. നിങ്ങളുടെ സംഘടനയെ സ്വയം താറടിക്കരുത് എന്ന് അദ്ദേഹത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ജവാദ്, ഇത് നോക്കൂ. ഈ AK ബാലൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്ന്. ഇപ്പോ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ലീഗ് ഭരിക്കും എന്ന്. നിങ്ങൾ എന്ത് പറയുന്നു? അല്ല, അതിനു മുമ്പ് എന്നെ ഒരു സ്വതന്ത്ര സുന്നി രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലക്കാണ് മാതൃഭൂമിയിൽ നിന്ന് വിളിച്ചത് എന്നും ആ നിലക്കാണ് ഇവിടെ ടൈറ്റിൽ കൊടുത്തത് എന്നും ഞാൻ ശ്രീ KP നൗഷാദ് അലിയെ ഓർമ്മിപ്പിക്കുകയാണ്. സംശയമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ഒരു കാര്യം ആദ്യം സൂചിപ്പിക്കുകയാണ്. വെള്ളാപ്പള്ളി എന്നും ഇതുപോലെയുള്ള വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം VD സതീശൻ പ്രസ്താവിച്ചു. ആ പ്രസ്താവനയിൽ നിന്ന് തന്നെ എങ്ങനെയാണ് കോൺഗ്രസ് വരുന്ന ഇലക്ഷനെ നേരിടാൻ പോകുന്നത് എന്നത് വ്യക്തമാണ്. ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ. കനകോലവും ഐപാക്കും ഒക്കെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉപയോഗിച്ച സ്ട്രാറ്റജിയും ഈ ധ്രുവീകരണത്തിലൂടെ വളരെ എളുപ്പം. അല്ല, എന്റെ സമയം ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോ കേട്ടല്ലോ, എന്റെ സമയം കഴിഞ്ഞ് ഇടപെടാം. ധ്രുവീകരണത്തിലൂടെ എങ്ങനെയാണ് അധികാരം പിടിച്ചെടുക്കുക എന്ന സ്ട്രാറ്റജിയാണ് കോൺഗ്രസ് പരീക്ഷിക്കുന്നത്. ഇത് സംസാരിക്കുമ്പോ സാജൻ സക്രിയക്കെതിരെ എന്ത് തന്നെയായാലും സാജൻ സക്രിയ കേരളത്തിൽ ഉണ്ടാക്കിയ വർഗീയ വിദ്വേഷ പ്രചരണങ്ങളുടെ 7 അയലത്ത് വെള്ളാപ്പള്ളി ഇതുവരെ എത്തിയിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ആ സാജൻ സക്രിയക്ക് വേണ്ടി ശക്തമായ പ്രസ്താവനയുമായി രംഗത്ത് വന്ന സാജൻ അറസ്റ്റ് ചെയ്ത് കേരളത്തിലെ മതേതര സമൂഹം മുഴുവൻ സന്തോഷിക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത ഭരണകൂടത്തിനെതിരെ പ്രസ്താവനയുമായി രംഗത്ത് വന്ന ആളാണ് ഈ VD സതീശൻ. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. മാത്രമല്ല, നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്താണ്? ഒരു രാഷ്ട്രീയ നേതാവും നടത്താത്ത നീചമായ പ്രസ്താവന. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയവാദം ഇപ്പോൾ ഇല്ല എന്ന്. എന്തിനാണ് VD സതീശൻ വെളുപ്പിക്കാൻ രംഗത്ത് വരുന്നത്? നീ കുറെ നേരമായി കിളച്ച് കയറിക്കൊണ്ടിരിക്കും. ഞങ്ങൾ മൗദൂദിയുടെ രാഷ്ട്രീയ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എന്ന് കേരളത്തിൽ ഒരു ജമാഅത്ത് നേതാവും പറഞ്ഞിട്ടില്ല. അതിന്റെ ജമാഅത്തിന്റെ തന്തജമന് VD സതീശൻ വരുന്നതിന്റെ താല്പര്യങ്ങൾ വേറെയാണ്. വർഗീയമായി ഇവിടുത്തെ സമുദായത്തെ
CPM-ന്റെ ഭാഗത്തു ഈ നിന്നാണെങ്കിലും തന്ത ആരുടെ ചമയുക ഭാഗത്തു നിന്നാണെങ്കിലും തന്ത ഞങ്ങൾക്ക് യോജിക്കാൻ ചമയുക എന്ന കഴിയില്ല. വാചകത്തിലുള്ള പ്രശ്നമുണ്ടോ? എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. ജവാദ്, ഞാൻ ഇടപെടുകയാണ്. ഇല്ലെങ്കിൽ പിന്നെ ഇത് നോക്കൂ. ജമാഅത്തെ ഇസ്ലാമി എന്നൊരു സംഘടന ആളുകളെ തന്നെ ഇല്ല കുറിച്ച് എന്ന് സംസാരിക്കുമ്പോൾ സമർത്ഥിച്ചുകൊണ്ട് കേൾപ്പിക്കുമ്പോൾ വായിക്കണം അത് എന്ന് ഞാൻ ജനാധിപത്യപരമാകണം എന്ന നിർബന്ധ ബുദ്ധി ഈ സ്ഥാപനത്തിനും എനിക്കും എല്ലാവർക്കുമുണ്ട്. ഇനി അങ്ങ് പറഞ്ഞ രണ്ട് കാര്യങ്ങളിലുള്ള വിയോജിപ്പ് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഷാജൻ സ്കറിയ ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. ഒരു സമുദായത്തിന്റെയും, അദ്ദേഹം പറയുന്നതിനെ ഒന്നിനെയും ഞാൻ ഓൺ ചെയ്യുന്നില്ല, ഒരു സമുദായത്തിന്റെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കുത്തക അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഷാജൻ സ്കറിയെ തിരുത്തണമോ എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ ഓപ്റ്റ് ചെയ്യാനുള്ള അവസരം പൊതുസമൂഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് പൊതുസമൂഹത്തിന്റെ ബാധ്യതയല്ല. നിയമപരമായ പ്രശ്നമുണ്ടെങ്കിൽ അതിൽ ഇടപെടുന്നുണ്ട്, സർക്കാർ ഇടപെട്ടിട്ടുണ്ട്, ഇടപെടേണ്ടവർ ഇടപെടുകയും ചെയ്യും. അതുപോലെ അല്ല വെള്ളാപ്പള്ളി നടേശൻ. ഇനി VD സതീശൻ സമാനമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് പരാജയപ്പെട്ടിട്ടില്ല എന്ന്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭരണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു എന്ന് CPM പറഞ്ഞപ്പോൾ അവരങ്ങനെ തന്നെ വിലയിരുത്തണം, അതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സമാനമായ അർത്ഥത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ തുടർന്നാൽ ജനം തിരിച്ചു വിധി എഴുതും എന്നർത്ഥത്തിലാണ് VD സതീശന്റെ ആ പ്രതികരണം ഉണ്ടായത്. അത് അങ്ങേക്ക് അറിയാഴികയല്ല, രണ്ടു തവണ ആവർത്തിച്ചതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. അല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ ദിവസവും ഇത് പറയണം, അങ്ങനെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമാകണം എന്ന ദുഷ്ടബുദ്ധി അങ്ങ് ആ പ്രസ്താവനയിൽ ആരോപിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങയുടെ രാഷ്ട്രീയം, അങ്ങയുടെ കാഴ്ചപ്പാട് എന്നത് ഞാൻ പറഞ്ഞു പോവുകയും ചെയ്തു. ശ്രീ KP നൗഷാദ്, മധു, ഇവിടെ എനിക്ക് സഖാവ് ജവാദ് എന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം പണ്ട് ഈ നായനാർ അമേരിക്കയിൽ പോയിട്ട് വന്നപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ബന്ധപ്പെട്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതെങ്ങാനും അത് അദ്ദേഹം എങ്ങാനും കേട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സതീശന്റെ സറ്റയർ മനസ്സിലാകാത്ത അദ്ദേഹം വല്ലതൊക്കെ പറഞ്ഞേനെ. ഇവിടെ കേരള മുസ്ലിം ജമാഅത്തും സമസ്ത കേരള ജമിയത്തുൽ ഉലമയൊക്കെ മഹത്തായ പ്രസ്ഥാനങ്ങളാണ്. അതിനെയൊക്കെ പ്രതിനിധീകരിച്ച് ഇങ്ങനെയുള്ള സഖാക്കൾ വന്ന് വ്യക്തിവിരോധവും പിന്നെ അൺപാർലമെന്ററി ആയ വാദങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾക്കെതിരെ പ്രയോഗിക്കുക. നിങ്ങളെ ഇതിനിടയ്ക്കിടയ്ക്ക് ഓരോ കുറ്റവും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. അത് മാത്രമല്ല, സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് അനൗചിത്യപൂർവ്വം പ്രസംഗിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം എവിടുത്തെ പ്രതിനിധിയാണെന്ന് എനിക്കറിയില്ല. സഖാവ് ജവാദ് ഒരു ഫീലിംഗ്. മഹത്തായ സുന്നി പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കാൻ ഇത്തരത്തിലുള്ള പാർട്ടി അടിമകൾക്ക് അവകാശമില്ല. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.